മത്തങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കഴിച്ചു പോകും. അപ്പോൾ ഈ മത്തൻ്റെ ഒപ്പം നമ്മൾ പച്ചപ്പയർ കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കറി ചെയ്യാൻ പോകുന്നത്. പയറും മത്തനും കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ വേവിച്ചെടുക്കാം. അതല്ലാണ്ട് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വിസിലിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനി വേണ്ടത് നമ്മുടെ തേങ്ങ ചിരവിയത്, വെളുത്തുള്ളി, മുളക്, ജീരകം ഇവയൊന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുക്കുന്നതാണ്. ഒരുപാട് അരഞ്ഞു പോകണ്ട. മത്തങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, എന്നാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ആ പച്ചമണം എല്ലാം പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റിലുള്ളൊരു കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching Homely Log.